കുട്ടിക്കാലത്തെ അവധിക്കാലം അമ്മ വീട്ടിൽ വെച്ചാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും അമ്മ വീട്ടിലേക്ക് വരും. ഞങ്ങളുടെ അവധിക്കാലം ഞങ്ങളൊരു ആഘോഷമാക്കി മാറ്റും. പ്രധാന പരിപാടി ക്രിക്കറ്റ് കളിയാണ്. രാവിലെ തന്നെ ബാറ്റും ബോളെടുത്ത് ഞങ്ങൾ ഇറങ്ങും, കളി തുടങ്ങും. ഇപ്പം രണ്ട് തരത്തിലുള്ള പ്രായക്കാരാണ് എൻ്റെ ഈ കസിൻസിലുള്ളത്. ഒന്ന് ഞങ്ങളുടെ വലിയേട്ടന്മാരാണ്, രണ്ട് ഞാനൊക്കെ ഉൾപ്പെടുന്ന പൊടിപ്പിള്ളേരാണ്. വലിയേട്ടന്മാർക്ക് അവരുടെ സൈസിന് പറ്റിയൊരു ബാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ കളിയും അതുപോലെ സൂപ്പറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈസിന് പറ്റിയ ബാറ്റൊന്നുമില്ല. ചേട്ടന്മാരുടെ ബാറ്റ് ഞങ്ങൾക്ക് താങ്ങാനും പറ്റില്ല. ഞങ്ങൾ പലപ്പോഴും ഈ പട്ട കൊണ്ടുള്ള ബാറ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വേഗം ഞങ്ങൾ ഔട്ടായി പോകാറുണ്ട്. അപ്പം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ സൈസിന് പറ്റിയൊരു ബാറ്റ് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ തിരിച്ചറിയുകയാണ് 150 രൂപയ്ക്ക് സച്ചിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ MRFന്റെ സ്റ്റിക്കർ പതിച്ച ബാറ്റ് കിട്ടും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ആ ബാറ്റ് മേടിക്കണം. ഞങ്ങൾ ആവശ്യമായിട്ട് അങ്കിൾമാരുടെ അടുത്ത് ചെന്നു, അപ്പാപ്പൻ്റെ അടുത്തേക്ക് വന്നു. അപ്പാപ്പൻ പറഞ്ഞു ബാറ്റ് ഞാൻ മേടിച്ചു തരാം, പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം. നിങ്ങൾ എൻ്റെ ജാതി തോട്ടത്തിൽ നിന്ന് ജാതിക്ക് പറക്കി തരിക. അപ്പോൾ ഒരു ജാതിക്ക് 50 പൈസ വെച്ച് ഞാൻ തരാം. ആ ജാതിക്ക് പറക്കി കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് ബാറ്റ് മേടിച്ചു തരാം. ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പാപ്പന് വലിയൊരു ജാതി തോട്ടമുണ്ട്. അതിൽ നിന്ന് 150 രൂപ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമല്ല. ജാതിക്ക സുലഭമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്കൊരു കാര്യം വെച്ചാൽ നമുക്ക് നാളെ രാവിലെ തന്നെ ഒരു കിറ്റുമായിട്ട് ഇറങ്ങാം, എന്നിട്ട് ഈ ജാതിക്ക നിറയ്ക്കാം. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ജാതിക്ക ഓരോന്നായിട്ട് പറക്കി വെച്ചു. എല്ലാവരുടെ കയ്യിലും ഓരോ കിറ്റുണ്ട്. ആ കിറ്റൊക്കെ നിറച്ച് ഞങ്ങൾ ജാതിക്ക പറക്കി. ഒരാൾ 150 ജാതിക്ക വെച്ച് പറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ബാറ്റ് കിട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ജാതിക്ക പറക്കി. ഞങ്ങളെ പാപ്പൻ്റെ അടുത്തേക്ക് വന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ പാപ്പൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും കിറ്റിൽ തന്നെ 150ഓളം ജാതിക്കയുണ്ട്. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിക്കണേ. ഈ കിട്ടിയ ജാതിക്കകൾ അപ്പാപ്പൻ നല്ല ജാതിക്കയും പേട്ട് ജാതിക്കയും കൊണ്ട് തിരിക്കാൻ തുടങ്ങി. ഈ നല്ല ജാതിക്കയ്ക്ക് മാത്രമേ അപ്പാപ്പൻ കാശ് തരുള്ളൂ. നല്ല ജാതിക്കയ്ക്ക് ഒരെണ്ണത്തിന് വെച്ച് 50 പൈസ തരും, അല്ലാത്ത ജാതിക്കകൾക്ക് കാശ് തരില്ല. അങ്ങനെ എണ്ണി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് 150 രൂപ പോയിട്ട് 10 രൂപ പോലും തികച്ച് കിട്ടുന്ന ലക്ഷണമില്ല. ഞങ്ങൾക്കൊക്കെ നിരാശയായി, സങ്കടമായി. പിറ്റേ ദിവസവും ഇത് തന്നെ തുടർന്നു. ഞങ്ങളിതുപോലെ ജാതിക്ക പറക്കും. അവസാനം അപ്പാപ്പനെ എണ്ണുമ്പോൾ ഇതിൽ നല്ല ജാതിക്ക ചീത്ത ജാതിക്ക തിരിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് കാശൊന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കണം. ഞങ്ങൾക്ക് ബാറ്റ് മേടിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് വാശിയായി. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, അപ്പാപ്പൻ ഈ എണ്ണുന്ന ജാതിക്കകൾ അപ്പാപ്പൻ്റെ ബാക്കിലേക്കാണ് എടുത്തു വെക്കുന്നത്. നമുക്ക് അപ്പാപ്പൻ്റെ ബാക്കിൽ നിരയായിട്ടിരിക്കാം. എന്നിട്ട് അപ്പാപ്പൻ എണ്ണി വെച്ചിരിക്കുന്ന ജാതിക്കകൾ കുറച്ച് എടുത്ത് എണ്ണാനുള്ള ജാതിക്കയുടെ കവറിലേക്ക് ഇടാം. അങ്ങനെ ഞങ്ങൾ അപ്പാപ്പൻ്റെ ബാക്കിൽ നിരയായിട്ടിരുന്നു. അപ്പാപ്പൻ ഇങ്ങനെ എണ്ണി വരുന്ന ജാതിക്കകൾ അപ്പാപ്പൻ്റെ ബാക്കിലേക്ക് വെക്കാൻ തുടങ്ങി. ഞങ്ങൾ അപ്പാപ്പൻ കാണാതെ ഓരോ കയ്യിലും ഒതുങ്ങുന്നത്ര എണ്ണത്തിൽ ജാതിക്കകൾ പാസ് ചെയ്ത് പോയി. അങ്ങനെ എണ്ണാനുള്ള ജാതിക്കയുടെ കിറ്റിനകത്തേക്ക് അത് ഇട്ടു. അപ്പോൾ അപ്പാപ്പൻ നേരത്തെ എണ്ണിയ ജാതിക്കകൾ തന്നെ വീണ്ടും എണ്ണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പാപ്പൻ ഒന്നും മിണ്ടുന്നില്ല. മറ്റത് ഞങ്ങളോട് എണ്ണുമ്പോൾ ഒക്കെ അപ്പാപ്പൻ എന്തെങ്കിലുമൊക്കെ വിശേഷം പറയുന്ന അപ്പാപ്പൻ ഒന്നും മിണ്ടുന്നില്ല. വളരെ സൈലൻ്റായി, വളരെ ഗൗരവത്തോടു കൂടിയായി. അപ്പാപ്പൻ ജാതിക്ക എണ്ണി കഴിഞ്ഞ് ഞങ്ങളോട് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി. അങ്ങനെ രാത്രിയായപ്പോൾ അപ്പാപ്പൻ തിരിച്ചു വന്നപ്പോൾ അപ്പാപ്പൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചു. ഞങ്ങൾ നിരത്തി നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, മക്കളെ തല പോയാലും പറ്റിക്കരുത്. ഇത് പറഞ്ഞിട്ട് അപ്പാപ്പൻ്റെ ഒരു സഞ്ചിയിൽ നിന്ന് ഒരു സാധനം എടുത്ത് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. അത് MRFന്റെ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ സൈസിന് പറ്റിയ ഒരു ബാറ്റായിരുന്നു.